ഖലീഫ, റൈറ്റർ ജിനുബി എബ്രഹാം, ഡയറക്ടർ വൈശാഖ്. സോ വൈശാഖ് നമുക്ക് മലയാളത്തിൽ ഉള്ള വണ്ണം പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടറാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള സിനിമകളൊക്കെ വന്നിട്ട് കുറച്ച് നമുക്കറിയാമല്ലോ ഏത് രീതിയിലാണ് പോകുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എപ്പോഴും ഒരു 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 ഹിറ്റ് ഓർ മിസ് എന്നുള്ള പെർസ്പെക്റ്റീവ് തന്നെയാണ് ആ സിനിമകൾ വരിക. അതായത് അതിൻ്റെ സ്കെയിലും പരിപാടികളെല്ലാം കൂടി ചേർത്തിട്ടും ഹിറ്റ് ഓർ മിസ് എന്നുള്ള പെർസ്പെക്റ്റീവ് തന്നെ വരുന്നത്. സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ ഇന്ദ്രൻസ് ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഷമി തിലകൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, നീൽ നമ്മുടെ കത്തിയിലുള്ള നീൽ നിതിൻ മുകേഷ് പുള്ളിയാണ് ആക്ച്വലി വില്ലൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ അതൊക്കെ ഉണ്ട്. സോ അതൊക്കെ അവർ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു അത്യാവശ്യം ഹൈപ്പുള്ള ഒരു സിനിമയായിരുന്നു ആക്ച്വലി. പൃഥ്വിരാജിൻ്റെ തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, വിലായത്ത് ബുദ്ധക്കൊക്കെ ഉണ്ടായിരുന്നു, ഹൈപ്പ് പോലും ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ബട്ട് ഒരു കുറച്ച് കാലത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു ഹൈപ്പിൽ വന്നിട്ടുള്ള സിനിമയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് വന്നിട്ട് ഇതിൻ്റെ ടീസറും പരിപാടികളൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൻ്റെ മേലെയായി ഒരു ടീസർ വന്നിട്ടില്ല. നമ്മുടെ ജേക്സ് ബിജോയുടെ മറ്റേ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ള ടീസറൊക്കെ വന്നിട്ടില്ല. സോ അങ്ങനെ വന്ന് നോക്കുന്ന സമയത്തേക്ക് ഓണത്തിന് ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല, ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ ഫസ്റ്റ് റിലീസായിട്ടുള്ള ഖലീഫ. സിനിമയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. അത് അത്യാവശ്യം ഒരു തരക്കേടില്ലാത്ത രീതിയിൽ വൈശാഖ് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം വീക്ക് സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 2010 2012 വന്നിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ബ്രദേഴ്സും അത്തരത്തിലുള്ള ഒരു സിനിമ, പിന്നെ നമ്മുടെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങും പരിപാടികളൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ഔട്ട്ഡേറ്റഡിൻ്റെ വക്കിലുള്ള ഒരു സിനിമ എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം. സോ അത്തരത്തിലുള്ള ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഒരു പഴയ സിനിമ കാണുന്ന പോലെ ഫീൽ ചെയ്തു ഈ റൊമാൻറ്റിക് പോർഷൻസ് ആയി കഴിഞ്ഞാലും. പിന്നെ അതുപോലെ തന്നെ വന്നിട്ടെന്ന് വെച്ചാൽ ഇത്രയും ചേസും ഇത്രയും പാട്ടും ഇതൊക്കെയുള്ള ഒരു കൊമേഴ്ഷ്യൽ സാധനം, കൊമേഴ്ഷ്യൽ സിനിമ വരണം. കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. പക്ഷേങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ടെംപ്ലേറ്റഡ് സിനിമ വരുന്ന സമയത്തേക്ക് ഹൈലി കിടലായിട്ടുള്ള മൊമെന്റ്സുകൾ നമുക്ക് വേണം. നമുക്ക് വന്നിട്ട് മാസ് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്ന മാസ് കൃത്യമായിട്ട് നമുക്ക് വർക്കൗട്ട് ആവണം. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, പൃഥ്വിരാജിൻ്റെതായിട്ടുള്ള സീനുകളിൽ എലിവേഷൻ ആയിട്ടുള്ള മൊമെന്റ്സുകളൊന്നും ഫസ്റ്റ് ഹാഫിലുള്ള പ്രത്യേകിച്ചിട്ട് എലിവേറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും തന്നെ ഭയങ്കരമായിട്ട് വർക്കായി തോന്നുന്നില്ല. ഈവൻ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ആയാലും ശരി, ഒന്ന് രണ്ട് ഭയങ്കരമായ എന്താ പറയുക ഡയലോഗും പരിപാടികളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തുള്ള ഒരു സീനുണ്ട്, ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പൃഥ്വിരാജിൻ്റെ വീട്ടിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്, അത് പൃഥ്വിരാജനല്ല, ലൈക്ക് അവിടെയുള്ള വാച്ച്മാൻസിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഫൈറ്റ് ഡെഡിക്കേറ്റഡ്ലി ഉള്ള സിനിമ, ഇത്രയും സോങ്ങുകൾ, അതുപോലെ തന്നെ നമ്മൾ ഹീറോയിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഹീറോയിൻ്റെ പുറകെ നടക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നിട്ട് അതിപ്പോഴും വൃത്തിയായിട്ട് ചെയ്യാം. ഇത് ഈ ഒരു ഫ്രഷ്നെസ്സോട് കൂടി ചെയ്യാം. പക്ഷേങ്കിൽ എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ഒരു പഴയ ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ജേക്സ് ബിജോയ് വന്നിട്ട് നമുക്ക് ആ ഒരു തീം, ബ്ലഡ് ലൈൻ എന്നുള്ള തീം അല്ലാതെ നീലിൻ്റെ വില്ലൻ്റെ തീമാണ് ആക്ച്വലി പൃഥ്വിരാജിനെ കണ്ടുകിട്ടില്ല. ഒരുപാട് പാട്ടയടി പരിപാടി ഉള്ള പോലെ ഫീൽ ചെയ്യും. ഒരുപാട് ഭയങ്കരം ഹെവി സൗണ്ട് ഉള്ള പോലെ ഫീൽ ചെയ്തു. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പല ഷോട്ടുകളും പല സീനുകളിലും ഭയങ്കരമായിട്ട്. എന്നാൽ നീലിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ബ്ലഡ് ലൈനിലുള്ള ആ ഒരു സീന്, ബ്ലഡ് ലൈൻ എന്ന ഈ ടീസർ കണ്ട് അത് അതിൻ്റെ ഒരു പീക്ക് റീല് കഴിഞ്ഞിട്ടാണ്. സോ അത്തരത്തിലുള്ള സിനിമ, അത്തരത്തിലുള്ള ഒരു മ്യൂസിക്, ബട്ട് അത് ദാറ്റ് വാസ് ഗുഡ്. സിനിമാറ്റോഗ്രാഫർ ജോമോണ്ടി ജോണാണ്. യൂഷ്വൽ സ്റ്റഫ് ആണ്, കൊമേഴ്ഷ്യൽ സിനിമയുടെ
എഡിറ്റർ ചമ്മനാണ്. എഡിറ്റിംഗ് പോലും എനിക്ക് പല സ്ഥലത്തും വന്നിട്ട് വെച്ചാൽ ഈ റഷപ്പ് ചെയ്തതിൻ്റെ ആണോ അതോ എനിക്ക് കൃത്യമായിട്ടറിയില്ല. പല സ്ഥലത്തും വന്നിട്ട് ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. മേ ബി വന്നിട്ട് ഇവിടെ ഓവർസീസിലുള്ളതിൻ്റെ കട്ട്സിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. ബട്ട് പല സ്ഥലത്തും വന്നിട്ടെന്ന് വെച്ചാൽ ഒരു സുഖമില്ലാത്ത പോലെ പേഴ്സണലി ഫീൽ ചെയ്തു. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് പ്രിറ്റി ഡീസൻറ്റ് ഫോർ മീ. എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ആയത് സെക്കൻഡ് ഹാഫാണ്. ഒരു ലോഡ് ആക്ഷൻ ഡയറക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത്രയും ആക്ഷൻ സ്റ്റൺസുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ചെയ്സ്, 2 ചെയ്സ് ഉണ്ട് സിനിമയിൽ. ഈ 2 ചെയ്സൊക്കെ കണ്ട കാലം മറന്നു. ചെയ്സിന് വേണ്ടി ചെയ്സ് ഉണ്ടല്ലോ, അതെ, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിക്കും. അതൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനമൊക്കെ മലയാള സിനിമയിൽ കണ്ടിട്ട് തന്നെ കുറച്ച് കാലമായി. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിൽ വരുന്ന സമയത്തൊക്കെ അതൊക്കെ നമുക്കൊരു പറഞ്ഞില്ല, ഒരു നോർമലായിട്ടുള്ള ആൾക്കാർക്ക് അത് കാണാം. പക്ഷേങ്കിൽ നമ്മളെ ഖലീഫ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹൈ ഒക്ടൈൻ എൻ്റർടൈനർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരു ഔട്ട്ഡേറ്റഡ് ഫീല് തോന്നി, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ വെച്ചാൽ സിനിമാസും ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് ഗുഡ്. ഈ പറയുന്ന പോലെ ഈ ലാലേട്ടൻ്റെ ക്യാമിയോ ഒക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്തൊരു ക്യാമിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ. കാരണം വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഈ ക്യാരക്ടറിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് സെയിം ലൂസിഫർ പരിപാടി, മറ്റേ മഞ്ഞ് വീഴ്ചയും കൂട്ടിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് അതിനൊന്നും ഒരു പുതുമയോ അങ്ങനെ ഒന്നും ഇല്ല. എന്താ പറയുക, അതൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല ഒരു ക്യാമിയോ. ഒന്നാമെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരുപാട് ക്യാമിയോ ഇപ്പോൾ വന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ് ലാലേട്ടൻ്റെ ക്യാമിയോന് പോലും കിട്ടില്ല. ക്ലൈമാക്സും എനിക്ക് വലിയ കൺവിൻസിങ് ആയിട്ട് കുറേ കൂടി ഞാൻ പറയില്ല, ഒരു മാസ് ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടൊരു എലിവേറ്റഡ് മൂമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരായിരുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത് ഒരു ടോൺ ഡൗൺ ആയിപ്പോയെന്ന് എനിക്ക് പേഴ്സണലി ഉണ്ട്. ബട്ട് അതിന് മുമ്പിലോട്ടുള്ള സീനുകളൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ ഈവൻ ദോ അത് ഒരു നമ്മൾക്കൊരു കണ്ടു വളർന്ന പോലുള്ള ആണെങ്കിൽ കൂടി അത് വൃത്തിയായിട്ട് വന്നിട്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വെച്ചാൽ വൈശാഖിൻ്റെ ഒരു സ്ട്രീക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ലാസ്റ്റോട്ട് വന്ന സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള സിനിമയാണ് ഖലീഫ. എന്നാലും എന്നിട്ട് നമ്മളൊരു ഹൈപ്പിനുള്ളതും, ഹൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഓവർ ഹൈപ്പ്, നമുക്ക് ലാലേട്ടൻ്റെ ഒരു പടം പിന്നെ എമ്പുരാനൊക്കെ വന്ന രീതിയിലുള്ള ഹൈപ്പ് ഇല്ലെങ്കിൽ കൂടി നമുക്കൊരു കൊമേഴ്ഷ്യൽ പോട്ട് ബോയിലർ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ നന്ന ഹൈ ഒക്ടൈൻ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള, ഇപ്പം രഞ്ജി പണിക്കറും മോഹിനിയൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ഫാമിലി പരിപാടി, അങ്ങനത്തെ ഉള്ളൊരു പരിപാടി, 2 പാട്ടോ 3 പാട്ടോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എന്നാൽ പിന്നെ ഓണത്തിന് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ഒരു ഡിസാസ്റ്റർ എന്നൊന്നും പറയാനില്ല, പക്ഷേ കുറേ കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് പേഴ്സണലി തോന്നി. ഈ സ്മഗ്ലിങ്ങും പരിപാടിയൊക്കെ വന്നിട്ട് വരുന്ന സമയത്തേക്ക് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഓക്കെ നടക്കുന്നുണ്ടാവണം, നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അടുത്ത് നടന്നിരിക്കുന്ന ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള മറ്റേ സ്മഗ്ലിങ്ങും പരിപാടികളും അതൊക്കെ കുറച്ചും കൂടി അതൊക്കെ വന്നിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ റൈറ്റിംഗ്, ആ പോർഷൻസും റൈറ്റിംഗ് ഒക്കെ ബെറ്റർ ആയിരുന്നു. ഞാൻ പറയാം, സെക്കൻഡ് ഹാഫ് തുടങ്ങി ആ ഒരു റൈറ്റിങ്ങും പരിപാടിയൊക്കെ ബെറ്റർ ആയിരുന്നു. ബട്ട് സിനിമയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് വളരെ കുറവാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ജെന്യുവിൻലി വന്നിട്ടെന്ന് വെച്ചാൽ 1-2 സീക്വൻസിൽ മാത്രമാണ് നല്ല മാസ് പൃഥ്വിരാജിന് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫിസിക്കും കാര്യങ്ങളൊക്കെ പക്കയാണ്, പുള്ളിക്കാരൻ യങ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ പറയല്ലോ, ഒരു എക്സ്ട്രീം അഡ്രിനാലിൻ റഷോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റം അല്ല ഒരു തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് ഒരുപാടുണ്ടെങ്കിൽ കൂടി അതൊന്നും എനിക്കും അതുപോലെ തന്നെ തിയേറ്ററിലുള്ള ആൾക്കാർക്കും അത് അത്തരത്തിലുള്ള തന്നെ ഒരു ഇതായിരുന്നു. 1-2 സ്ഥലത്താണ് എലിവേഷൻ അവർക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്. സോ ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു തവണ കാണാൻ പറ്റുന്ന സിനിമ ആയിട്ടാണ്. സെലിബ്രേഷൻ ടൈമാണ്, ഓണം ടൈമാണ്, പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി ഖലീഫ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ഖലീഫ ഇൻ യുവർ തിയേറ്റേഴ്സ്.